ഹായ് ഗൈസ്, യു ഗൈസ് വാച്ചിങ് അഡോണിസ്. സോ സിറ്റി വേഴ്സസ് ലിവർപൂൾ കളി ഉണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര കിടിലൻ കളിയായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്നിട്ട് ഇവിടെ ഹൈലൈറ്റ് ബിസിനസ് പാർക്ക് ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്നിട്ട് ജാതി അങ്ങോട്ടും ഇങ്ങോട്ടും പരപറ്റൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഗോൾ അടിക്കും മറ്റേ അടിക്കും അങ്ങനത്തെ ആ ഒരു ഭയങ്കര ടൈറ്റ് കളിയാണ്. ഒരു സ്ഥലം ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള കളിയല്ല. അപ്പോൾ ആ ഒരു മത്സരം നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തന്നെ ഭയങ്കര വൈബായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ഒരു വേറെ തന്നെ വൈബായിരുന്നു. പക്ഷേ ഇതിൽ ഭയങ്കരമായിട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ അവസാനത്തെ ഒരു ഗോളായ സിറ്റുവേഷൻ ഉണ്ട്. ഷേക്ക് അടിക്കുന്നു, എന്നിട്ട് അവിടെ ആരുമില്ല, ആലിസൺ ഇല്ല അവിടെ, കംപ്ലീറ്റ് ആൾക്കാർ അപ്പുറത്തായിരുന്നു. സോ ഈ ബോളിന് വേണ്ടിയിട്ട് സദോസ്ലായും എല്ലാവരും കൂടി മറ്റേ ഹാലൻഡ് കൂടി പായാണ്. അങ്ങനെ ഹാലൻഡിൻ്റെ ഷർട്ട് പിടിച്ച് വലിക്കുന്ന ഒരു സാധനമുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഹാലൻഡും തിരിച്ച് പിടിച്ച് വലിക്കുന്നുണ്ട്. പക്ഷേ സബോസ്ലായിൻ്റെ ഓന് റെഡ് കാർഡ് കൊടുക്കുകയാണ്. ആ റെഡ് കാർഡ് കൊടുത്തിട്ട് സത്യം പറഞ്ഞാൽ ഒരു ഫെയർ ആയിട്ടൊരു നല്ലൊരു ഡിസിഷൻ ആണോ റഫറി അവിടെ എടുത്ത്? അത് ഉറപ്പല്ല ഗോൾ ആവൂല എന്നുള്ളത്. ലൈക്ക് ഒരു ഫ്രീ കിക്ക് റെഡ് കാർഡ് കൊടുത്തിട്ട് ആകെ ലാസ്റ്റ് ടൈമാണ്, ഒരു ടൈമും ഇല്ല. ആ ഫ്രീ കിക്കോടെ എൻഡാണ്, ആ കളി എൻഡാണ്. ആ ഒരു ടൈമിൽ അത് ഗോൾ കൊടുത്താൽ പോരെ? ശരിക്കും ഒരു കാർഡും കൊടുത്തിട്ട് റെഡ് കാർഡും കൊടുത്തിട്ട് അതെന്ത്? അത് എനിക്കറിയില്ല. അതിൽ നിയമപരമായിട്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷെ അതിലെന്ത് ലോജിക്കാണുള്ളത്? സിറ്റീനെ വെച്ച് നോക്കുമ്പോൾ അതിൽ എന്താണ് അവർക്ക് ഇപ്പോൾ നമ്മൾ എന്തിനാ ഫൗൾ കൊടുക്കുന്നത്? മറ്റേ ടീമിന് അതിനനുസരിച്ചിട്ടുള്ള ഒരു സംഭവം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ആ ഒരു സംഭവം ആലോചിച്ചാൽ പോരെ. ഇത് അവർക്ക് അനുകൂലമായിട്ട് എന്താ ഉള്ളത്? ഒരു തേങ്ങയില്ല. അത് ഭയങ്കര ഒരു ബാഡ് ഡിസിഷൻ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. നിങ്ങൾക്ക് എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ കളി ഭയങ്കര രസമായിരുന്നു കേട്ടോ. പിന്നെയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിലൊക്കെ കുറേ ഞാൻ വിചാരിച്ചു ഗോൾ ഇപ്പോൾ വീഴും, ജസ്റ്റ് മിസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. കുറേ സേവ് ആലിസൺ ചെയ്തിട്ടുമുണ്ട്. പിന്നെ മറ്റേ ഗേ ഒരു കിഡിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അടിപൊളി ബ്ലോക്ക്. ഒരു സലാൻ്റെ ആണെന്ന് തോന്നുന്നു. സലാൻ്റെ ഏറ്റവും ഒരു കിഡിലൻ ഷോട്ട്, ഒരു അടിപൊളി ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ 2-1 നിൽക്കുന്ന ടൈമിലാണെന്ന് തോന്നുന്നു, ഇക്വലൈസറിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. എൻ്റെ ഓർമ്മയിൽ ഡോണറോമ ഒരു കിഡില സേവ്, ഒരു ഭീകര സേവ്. അത് ഡിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു. അത് എനിക്ക് ഓർമ്മയിട്ടില്ല. ആ ഒരു കിഡില സേവ്, അടിപൊളി സേവ്. ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ എടുത്ത് കാണിക്കാൻ പറ്റിയൊരു സേവ് ആയിരുന്നു. അതും ആരതായിരുന്നു? അത് സലേൻ്റെ ആണോ എനിക്ക് ഓർമ്മയില്ല. പക്ഷേ സിറ്റി കൊണ്ടുവന്നൊരു കംബാക്ക് ഉണ്ട്. അതായത് സബ്ദോസ്ലൈ ഒരു വിഷയം സാധനം അടിച്ച് കയറ്റുകയാണ്. അതിൽ വിഷയം സാധനം അടിച്ച് കയറ്റുകയാണ്. അത് ഞാൻ സത്യം പറയാനല്ല, ആ ഗോളുണ്ടല്ലോ, ഷിൻ്റെ പൊന്നെ സീന് ഗോളായിരുന്നു. ഞാൻ ഇങ്ങനെ ഇരുന്ന് കാണുക. അവിടുന്ന് ഞാൻ എണീറ്റ് കയ്യൊക്കെ അടിച്ചു. ഞാൻ ലിവർപൂൾ ഫാനോ ഒന്നുമല്ല. എൻ്റെ ആഗ്രഹം സിറ്റി ജയിക്കണം എന്നായിരുന്നു. കാരണം ഒരു ടൈറ്റിൽ റേസ് നമുക്ക് കാണണമെങ്കിൽ ലിവർപൂൾ എവിടെ എത്തുന്നില്ല. ലിവർപൂൾ എത്ര 39 പോയിന്റ് ആയിട്ട് ടേബിളിൽ നിൽക്കുക, 6ാം സ്ഥാനത്ത്. അത് വേറെ കാര്യം, അത് നമുക്ക് പറയാം. അങ്ങനെ ടൈറ്റിൽ റേസ് നമുക്ക് കാണണമെങ്കിൽ സിറ്റി ജയിക്കണം. അപ്പം ഞാൻ ആ ഒരു മൈൻഡിലാണ് നിൽക്കണത്. എന്നിട്ട് പോലും ആ ഒരു ഫ്രീ കിക്ക് ഉണ്ടല്ലോ, അത് കണ്ടിട്ട് എൻ്റെ മോനെ സീനായി. ഇങ്ങനെ പെട്ട ഫീല്, വിഷയം ഫീല്. അങ്ങനെ എണീറ്റ് കൈയടിക്കുന്നു. നമ്മളവിടെ ഫുട്ബോൾ അറിയാത്ത ടീംസൊക്കെ ഉണ്ട്, ഓരൊക്കെ എണീറ്റ് കൈയടിച്ചിട്ടാ അമ്മാതിരി. ഇങ്ങനെ നമ്മളെ കൂടുതൽ ചെങ്ങായിണ്ട്, ഓന്ന് പറഞ്ഞ് അളിയ അത് ഗോളാവും, ചെങ്ങായി ഗോൾ അടിച്ചിട്ട് തന്നെ കാര്യം, ഫ്രീ കിക്കിൽ ചെങ്ങായി ഗോൾ അടിക്കുന്നുള്ളൂ പറഞ്ഞ് അവസാനം വന്ന് ഇങ്ങനെ ഡോണർ റൂം ഇങ്ങനെ നോക്കി നിൽക്കുന്ന സീനുണ്ട്. ഇങ്ങനെ ബോൾ പോണ നോക്കി നിൽക്കുക, ഒന്നും ചെയ്യുന്നില്ല. ഒരു വിഷയം സംഭവമായിരുന്നു ആ സാധനം. ഇങ്ങനെ 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 ഒരു സംഭവം ഇങ്ങനെ കയറി വന്ന് വിഷയം പരിപാടിയായിരുന്നു. രക്ഷയില്ലാത്ത ഫ്രീ കിക്ക്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു കംബാക്ക് വന്നിട്ടുണ്ട്. സിൽവ കുറച്ച് കഴിഞ്ഞ് സാധനം കൊണ്ടായി അടിച്ച് കയറ്റുകയാണ്. അത് അടിപൊളി. ഹാലൻഡിൻ്റെ ഹെഡിലിട്ടും സിൽവ നൈസായിട്ട് ഇട്ട് കൊടുക്കുന്ന അടിയിൽ കൂടെ അങ്ങോട്ട് കയറുകയാണ്, അണ്ണാക്കിലേക്ക് കയറുകയാണ്. അത് കഴിഞ്ഞ് ന്യൂനസ് ആണെന്ന് തോന്നുന്നു. ന്യൂനസിനെ ആലിസൺ ബക്കർ ഫൗള് വെക്കുകയാണ്. അപ്പോൾ അവിടെ പെനാൽറ്റി കിട്ടുകയാണ്. അവിടെ ന്യൂനസ് വരുമ്പോഴത്തേക്ക് നല്ലൊരു കളിയാണ് കളിച്ചത്. പക്ഷെ എനിക്ക് ആ ഒരു സാധനം വരുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മളെ പണ്ടത്തെ മുസിയാലിൻ്റെ ആ സീൻ ഓർമ്മ വരും. അപ്പം എനിക്ക് പെട്ടെന്ന് ഞാൻ പേടിച്ചു വേണ്ടിയിരുന്നു. പിന്നെ അവൻ ഭയങ്കര ഉരുണ്ട് ഇങ്ങനെ പോണ കണ്ടപ്പോൾ അഭിനയമാണോ എന്നൊക്കെ തോന്നി.
പക്ഷെ അങ്ങനത്തെ സീനൊക്കെ ഭയങ്കര സീനാട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലി ഭയങ്കര പേടിയാവും. കാരണം ആ മുസിയാലൻ്റെ ആ സീന് ഞാൻ ലൈവായിട്ട് കണ്ടത്. അപ്പം അങ്ങനെ ലൈവായിട്ട് എന്ന് പറഞ്ഞാൽ ടി വിയിൽ അങ്ങനെ ആ ഒരു ടൈമിൽ കണ്ടപ്പോൾ എനിക്കിങ്ങനെ എന്തോ മാതിരി ആയിപ്പോയിണ്ട്. അതേമാതിരിയൊക്കെ ആവുമെന്ന് ഞാൻ പെട്ടെന്ന് പേടിച്ചു. പക്ഷെ പെനാൽറ്റി കൊടുക്കുന്നു. പെനാൽറ്റി കൊടുത്ത് ഹാലണ്ട് എന്താ സീന് ചെങ്ങായി ഒരു രക്ഷയില്ല. ചെങ്ങായി അടിച്ച് കയറ്റാണ്. ഒരു രക്ഷയില്ല. അവിടെ ഭീകര കംബാക്ക് സിറ്റിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് തിരിച്ച് സത്യം പറഞ്ഞാൽ ലിവർപൂൾ തിരിച്ചടിക്കുന്ന ഞാൻ വിചാരിച്ചൊരു 2-2 ആ ഒരു സമനിലയിൽ നിൽക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എൻ്റെ കൂടെ ഉള്ളൊരു ചങ്ങായി ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞത് 92-ാമത്തെ മിനിറ്റിൽ, അതായത് സ്റ്റോപ്പേജ് ടൈം 2 മിനിറ്റ്സ് ഉള്ളപ്പോൾ സല ഒരു ഗോൾ അടിക്കുന്നു. നേരെ തിരിച്ചാണ് ഉണ്ടായത്. പെനാൽറ്റി കിട്ടുന്നു, ഹാലൻഡ് ഒരു ഗോൾ അടിക്കുന്നു. 92-ാമത്തെ ഏകദേശം ഒരു 92-ാമത്തെ മിനിറ്റിലാണ് ആ ഗോൾ വീഴുന്നത്. അതൊരു കോമഡി ആയിരുന്നു. നമ്മളൊരു ബെറ്റല്ല, നമ്മളൊരു ഫണ്ണുമാരി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ചെയ്യുക അങ്ങനെ ചെയ്യുക ആ ഒരു സംഭവം പറഞ്ഞായിരുന്നു. പിന്നെ നമുക്ക് ടേബിളിലേക്ക് വരാം. ഇനി ടൈറ്റിൽ റേസിലേക്ക് വരാം. സിറ്റിയെ സംബന്ധിച്ച് ഇത് ജയിച്ചു കഴിഞ്ഞാൽ 50 പോയിന്റ്സ് ആവുന്നു. അവിടെ 56 പോയിന്റ്സിൽ ആർസണൽ നിൽക്കുകയാണ്. അപ്പോൾ ആർസണലിൽ ജസ്റ്റ് ഒന്ന് ഒരു റേസിന് വേണ്ടിയിട്ട് സിറ്റി ജയിക്കുന്നത് നല്ല കാര്യമാണ്. പിന്നെ സിറ്റി ജയിച്ചിട്ടില്ലെങ്കിൽ ഈ കളി തോറ്റു കഴിഞ്ഞാൽ 47 പോയിന്റ് ആയിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ 47 പോയിന്റ് തൊട്ട് ബാക്കിൽ ആസ്റ്റൺ വില്ല ഉണ്ട്. സോ അടുത്ത കളി സിറ്റിക്ക് കുറച്ച് ടൈറ്റ് ആയിരിക്കും. സെക്കൻഡ് ആവാൻ വേണ്ടിയിട്ടുള്ള സാധനമൊക്കെ ടൈറ്റ് ആയിരിക്കും. അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ യുണൈറ്റഡ് ആണുള്ളത്. 44 പോയിന്റ്സിൽ യുണൈറ്റഡ് ആണുള്ളത്. അതൊരു ഭീകര സംഭവം തന്നെയാണ്. യുണൈറ്റഡ് അവിടെ നിൽക്കുന്നത് എൻ്റെ മോനെ അടിപൊളി സംഭവമാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു യുണൈറ്റഡ് അവിടെ വരുന്നുള്ളത്. പക്ഷേ ആ പ്ലെയേഴ്സിനൊക്കെ നല്ല മുതലാക്കിയിട്ട് യുണൈറ്റഡ് ഇപ്പോൾ കിഡിലായിട്ട് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ചെൽസിയാണ്. ചെൽസി എത്ര പോയിന്റ്സ് ആയിരുന്നു? ചെൽസിക്ക് എത്രയായിരുന്നു? 43 പോയിന്റ്സ്. തൊട്ട ബാക്കിൽ ചെൽസി ഉണ്ട് 5-ാമതായിട്ട്. പിന്നെയാണ് ആറാമതാണ് ലിവർപൂൾ വരുന്നത്. എന്താല്ലേ അത് 39 പോയിന്റ്സ്. തൊട്ട പിന്നിൽ ബ്രെൻഫോർഡും ഉണ്ട്. പിന്നെ 37 പോയിന്റ്സിൽ എവർട്ടൺ ഉണ്ട്. അങ്ങനെ അവിടെ ഒരു ടൈറ്റാണ്. 36 പോയിന്റ്സിൽ സണ്ടർലാൻഡും. അവിടെ ഒരു ടൈറ്റാണ്, ഭയങ്കര ടൈറ്റാണ്. അവിടെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ലിവർപൂള് കറൻ്റ്ലി ഉള്ള ചാമ്പ്യന്മാരാണ്. അവർ 6-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്, കഷ്ടപ്പെടുകയാണ്. കാരണം സ്റ്റാർട്ടിങ്ങിലൊക്കെ ഭയങ്കര ഇടയ്ക്ക് വെച്ചിട്ട് മറ്റേ സൈനിങ് കഴിഞ്ഞിട്ട് ഭീകരമായിട്ട് വരുന്നു പറഞ്ഞിട്ട് മോശമായിട്ടുള്ള കളികളൊക്കെ ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് എന്താവും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടി വരും, എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. എനിക്ക് പേഴ്സണലി സത്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടത് ആ ഒരു റേസ് തന്നെയാണ്. ആർസണൽ ജയിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. സത്യം പറഞ്ഞാൽ ആർസണൽ ജയിക്കുന്നത് തന്നെയാണ് അഭിപ്രായം. പക്ഷേ വെറുതെ അങ്ങനെ ഒരു ഡോമിനേറ്റ് ഭയങ്കര ഒരു ഡിസ്റ്റൻസ് വെച്ച് ജയിച്ചാൽ ആ ഒരു രസം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും നമ്മൾ ഏതൊരു ലീഗാണെങ്കിലും ഭയങ്കര ആ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലേ അതൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ലിവർപൂൾ സത്യം പറഞ്ഞാൽ തിരിച്ചു വരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചാമ്പ്യന്മാരായ ടീംസ് പിന്നെ താഴെ പോവുക എന്ന് പറയുന്നത് അത്ര സുഖമുള്ള പരിപാടിയല്ല. എന്നാലും ഒരു ടൈറ്റ് സാധനം വരുള്ളൂ. ഓക്കെ, എന്നിരുന്നാലും താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. ഫുട്ബോൾ വൈബ്സ് ഒക്കെ നമുക്ക് എന്തായാലും ഫോളോ ചെയ്യാം. ഫുട്ബോൾ കളികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഫുട്ബോൾ വൈബ്സ് ഒക്കെ മാക്സിമം ഫോളോ ചെയ്യാം. നിങ്ങളെ കമൻറ്റ്സ് എന്തായാലും വരുന്നതാണ്. ഒരു ഇൻട്രാക്ഷനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.